ഇടുക്കി പൈനാവിൽ മരുമകൻ ഭാര്യാമാതാവിനെ കൊല്ലാൻ ശ്രമിച്ചത് ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ. ഇടുക്കി പൈനാവ് 56 കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ പ്രിൻസ് എന്നിവരുടെ വീടുകൾക്ക് കഴിഞ്ഞ ദിവസമാണ് നിരപ്പിൽ സന്തോഷ് തീവച്ചത്. ഭാര്യ പ്രിൻസി വിദേശത്തേക്ക് പോയതും സന്തോഷിനെ പ്രകോപിപ്പിച്ചെന്ന് ഇടുക്കി SP TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. ഇത് കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. ഇതിലെ പ്രതിയുടെ ഭാര്യയെ വിദേശത്ത് ജോലിക്ക് അയച്ചിട്ടുള്ള വിരോധം മൂലം ജൂൺ 5-ന് ഈ പ്രതി ഭാര്യ വീട്ടുകാരുടെ വീട്ടിൽ കയറി അതിക്രമം കാണിക്കുകയും കൊല്ലാനുള്ള ദേഷ്യത്തോട് ഇൻ്റൻഷനോട് വന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതിന് പേരിൽ നമ്മൾ 307 വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അതിനെ തുടർന്ന് പ്രതി തമിഴ്നാട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇന്നലെ വീണ്ടും പ്രതി ഈ വീട്ടിലോട്ട് വന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് വീട് കത്തിച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് പ്രതി തമിഴ്നാട്ടിൽ വീണ്ടും ഒളിവിൽ പോകുന്നതായിട്ടുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തേനി പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രതി നമ്മൾ കസ്റ്റഡിയിലെടുത്തുള്ളത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും അതിന് വിശദീകരണം വന്നിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവം എന്ന് പോലീസ് പറയുന്നു. ഇതിൽ ഈ 307 കൂടാതെ മറ്റെന്തെങ്കിലും ഏതൊക്കെ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്? സന്തോഷ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണല്ലോ. വിവരങ്ങൾ. പ്രജന, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സന്തോഷിന്റെ ഭാര്യ പ്രിൻസ് വിദേശത്തേക്ക് പോയത് സന്തോഷിന്റെ സമ്മതമില്ലാതെയായിരുന്നു. ഇതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രശ്നം ഈ സന്തോഷിന്റെ ഭാര്യയുടെ അമ്മയുമായി നിലനിന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതേ തുടർന്നുണ്ടായ വാക്കുതർക്കവും പ്രശ്നവും ഒക്കെയാണ് ആദ്യത്തെ കൊലപാതക ശ്രമം. അതായത് ജൂൺ 5-ാം തീയതി പെട്രോൾ ഒഴിച്ച് അന്നക്കുട്ടിയെയും അതുപോലെ തന്നെ 2 വയസ്സുകാരിയായ പെൺകുട്ടിയെയും കൊലപ്പെടുത്താൻ വേണ്ടി സന്തോഷ് ശ്രമിച്ചിരുന്നു. അത് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ടായിരുന്നു. പിന്നീട് ഇയാൾ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാളെ പിടികൂടാൻ വേണ്ടി പരമാവധി ശ്രമിച്ചതാണ്, പക്ഷെ അന്ന് സാധിച്ചില്ല എന്നുള്ള കാര്യവും പോലീസ് പറയുന്നുണ്ട്. ഇതിനിടയിൽ ഈ അന്നക്കുട്ടിക്ക് പരിക്ക് ഭേദമായി തിരികെ വീട്ടിലെത്തിക്കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ കരുതിക്കൊണ്ടാണ് ഇന്നലെ വീണ്ടും ഈ പ്രതിയായിട്ടുള്ള സന്തോഷ് ഇവർ താമസിച്ചിരുന്ന വീട്ടിലേക്ക് വരുന്നത്. ഈ അന്നക്കുട്ടി വലിയ ഗുരുതര പരിക്കോടുകൂടി അവിടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് എന്നുള്ള കാര്യം സത്യത്തിൽ ഇയാൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. തിരികെ ആശുപത്രി വിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ വീണ്ടും വകവരുത്താം എന്നുള്ള രീതിയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും ഈ വീടുകൾക്ക് തീ വെച്ചതെന്നും പോലീസ് പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിട്ടുണ്ട്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ മേടിച്ച് അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാവുക. കാരണം ഒരു വലിയൊരു തരത്തിലുള്ള ആളുകളുടെ പ്രതിഷേധം ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷയോടുകൂടി മാത്രമായിരിക്കും ഇയാളെ അങ്ങോട്ടേക്ക് തെളിവെടുപ്പിന് ഉൾപ്പെടെ കൊണ്ടുപോവുകയും ചെയ്യുക. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.